ഈ അമിത രക്തസമ്മർദ്ദം എങ്ങനെയെല്ലാമാണ് വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? ഈ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഡോക്ടർമാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, നോബഡി ബിക്കംസ് എ ഹൈപ്പർ ടെൻസീവ് വിത്തൗട്ട് ദ കിഡ്നീസ് ബീയിങ് അവെയർ ഓഫ് ഇറ്റ്. വൃക്കകൾ അറിയാതെ ആർക്കും അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നില്ല. ആഹ് നമ്മുടെ വൃക്കകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വളരെ ലോലമായ കാപ്പിലറീസ് ഉൾപ്പെടുന്ന ഗ്ലോമറുളസ് ആണ്. ഓരോ മിടിപ്പിലും ഹൃദയം പമ്പ് ചെയ്യുന്നതിന്റെ 20% ബ്ലഡ് നേരിട്ടെത്തുന്നത് ഈ വൃക്കകളിലേക്കാണ്. ഇപ്പൊ ഈ ലോലമായ രക്തധമനികളെ, കാപ്പിലറീസിനെ പരിരക്ഷിക്കുന്നത് നമ്മുടെ അഫറന്റ് ആൻഡ് ഇഫറന്റ് ആർട്ടീരിയോൾസ് എന്ന് പറഞ്ഞ് ഈ ഗ്ലോമറുലസിലേക്ക് രക്തത്തിനെ കടത്തി വിടുന്ന രക്തധമനികളാണ്. ഒരു നിയതമായ തോതിനുള്ളിൽ ബി പി നിൽക്കുകയാണ് എങ്കിൽ സുഗമമായി മെല്ലി ഒഴുകുന്ന ഒരു തോട് പോലെ ഈ അരിപ്പകൾക്കുള്ളിൽ കൂടി ബ്ലഡിനെ കടത്തി വിടാനായിട്ട് വൃക്കകൾക്ക് സാധിക്കുന്നു. എന്നാൽ ക്രമാതീതമായ രക്തസമ്മർദ്ദം ഓവർ എ ലോങ് ടൈം, കാലങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ അഫറന്റ് ഡിഫറന്റ് ആർട്ടീരിയോളുകളുടെ നൈസർഗികമായ ഇലാസ്തികത നഷ്ടപ്പെടുകയും അവ സ്റ്റിഫായി തീരുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാല് ഈ വരുന്ന പ്രഷർ നമ്മൾ ടാപ്പ് തുറന്നു വിട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ ലോലമായ രക്തധമനികളിലേക്ക് എത്തുന്നു, അവ സ്ട്രെച്ച് ആകുന്നു അഥവാ വികസിക്കുന്നു. അപ്പം ശരീരത്തിലെ ഏതൊരു അവയവവും അതിജീവിക്കാനാണ് നോക്കുന്നത്. അപ്പൊ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ ഈ ലോലമായ രക്തധമനികളുടെ കട്ടി കൂടുന്നു, അവയും സ്റ്റിഫ് ആകുന്നു, അവ ഒരു പരിധി വരെ വികസിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഗ്ലോമറുലകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അരിപ്പകൾക്ക് കേടുണ്ടായി ആൽബമിൻ പോലെയുള്ള തന്മാത്രകൾ വൃക്കകൾക്കുള്ളിലേക്ക് അരിച്ചിറങ്ങുകയും ചെയ്യുന്നു. ആൻഡ് ഓവർ എ ലോങ് ടൈം ഇത് വൃക്കകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു, ആൾക്കാർ രോഗികളായി മാറുന്നു. കൗതുകരമായ വസ്തുത, ഹൈപ്പർ ടെൻഷൻ വൃക്കരോഗം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ പലതര കാരണങ്ങളാൽ ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ കാരണവും ശരീരത്തിലെ രക്തസമ്മർദ്ദം അനിയന്ത്രിതമാവണ്ണം ഉയരാവുന്നതാണ്.